ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വേർഗോന്ന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ വേർഗോ, നമ്മൾ ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കും. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, അത് എൻഡിലാണ് ഞാൻ നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. അപ്പോൾ ഈ പേഴ്സണിൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്, മൂന്നുണ്ട്, ആൻഡ് ഹെർമിറ്റ് വെർഗോ എനർജി. നിങ്ങളുടെ സൈഡിൽ ഹാങ്മാൻ, 7 ഓഫ് വാൻഡ്സ് ആൻഡ് 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി 2 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ വെർഗോ ഞാൻ കാണുന്നത് ഒരു 2 ഓഫ് കപ്സ് നിങ്ങളുടെ സൈഡിൽ. ഇത് ആക്ച്വലി ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. കുറേ ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇവിടെ ഫീലിങ്സ് മ്യൂച്വൽ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ കണക്ഷൻ, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ പേഴ്സണിൻ്റെ എനർജി 5 ഓഫ് കപ്സ് ആണ്. പക്ഷെ ഈ പേഴ്സണിന് എങ്ങനെയോ ഇതൊരു ലോസ് ആയിട്ടാണ് അവർ കാണുന്നത്. അവർക്ക് തോന്നുന്നത് ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിപ്പോയി. അതല്ലച്ചാൽ എന്തോ അവർ പാസ്റ്റിൽ ചെയ്തു, അത് കാരണം അവർക്ക് എന്തോ ഒരു റിഗ്രറ്റ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അവർ ഈതർ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടായി റീസെൻ്റ്ലി, ആൻഡ് അത് കൊണ്ട് ഈ പേഴ്സൺ കുറേ ഇങ്ങനെ അപ്സെറ്റ് ആവണു. അതാണ് ഞാൻ കാണുന്നത്. കുറേ റിഗ്രറ്റ് ഉണ്ട്. ഒരു പാസ്റ്റിൽ ഇങ്ങനെ നോക്കി അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് മേ ബി നിങ്ങൾ രണ്ടാളും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എനർജിയിലാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒന്നും മുമ്പോട്ട് ഇപ്പോൾ ഈ സമയത്തൊന്നും പോണില്ല. എന്തോ ഇവിടെ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൺ ക്വീൻ ഓഫ് സ്വോർഡ്സ് എനർജിയിലാണ്. അപ്പോൾ അഗൈൻ ഇവിടെ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത്. ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കാം, ഒരു ചെറിയ ഫൈറ്റ് ആയിരിക്കാം. അതല്ലച്ചാൽ എന്തോ ഒരു കോൺവെർസേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഉണ്ടായി. ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറഞ്ഞു, അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു സ്റ്റാഗ്നൻസി വന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് ചില കേസസിൽ ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയും ആവാം, അതല്ല ഒരു സെപ്പറേറ്റഡ് പേഴ്സൻ്റെ എനർജിയും ആവാം. ഓക്കെ, ഇപ്പോൾ 7 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്കേജ് നിങ്ങൾ ഫീൽ ചെയ്യണു. ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്കേജസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട, ഇത് ഒന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പക്ഷെ എന്തായാലും ഇത് കുറച്ചൊരു സ്ട്രഗിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യാൻ. ഈ പേഴ്സൻ്റെ എനർജി 3 ആണ്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ മേ ബി പേഴ്സൻ്റെ കൂടെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ എന്തോ കുറേ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ട് എന്തോ ബ്ലോക്കേജസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ബ്ലോക്കേജ് ഈ പേഴ്സൻ്റെ മനസ്സാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ കുറേ ഹിഡൻ ഫീലിങ്സ് ഉണ്ട്. അവർ എക്സ്പ്രസീവ് അല്ല, അവരുടെ ഫീലിങ്സ് ഒക്കെ ഒളിപ്പിച്ചിട്ടാണ് വെക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ ഇമോഷണലി എവിടെയോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഇല്യൂഷൻസ് ആൻഡ് ആങ്സൈറ്റിയുടെ എനർജിയും ഞാൻ കാണുന്നുണ്ട്. ക്യാൻസർ, പൈസീസ് എനർജിയാണ് മൂൺ. 6 ഓഫ് വാൻഡ്സ് ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പാണ് നോക്കുന്നത് ഫ്യൂച്ചറിൽ. നിങ്ങളുടെ കുറേ വേറെ ഫ്രണ്ട്സ്, ഫാമിലിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ കുറേ സോഷ്യൽ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എത്രയും നോർമൽ ലൈഫ് ലിവ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ മേ ബി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് എനിവേ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ, വേറെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ട് മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ ആണ് നോക്കുന്നുണ്ടാവുക. ഈ പേഴ്സൻ്റെ എനർജി ഹെർമിറ്റ് ആണ്, വെർഗോ എനർജി. ഈ പേഴ്സണും നിങ്ങൾ അഗൈൻ ഞാനിവിടെ സെപ്പറേഷൻ ആണ് കാണുന്നത്.
പക്ഷെ ഈ സെപ്പറേഷനിലും ഇവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കണത്, മിസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഒരു അവര് നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കണത്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ 2 ഓഫ് കപ്സ് ഇവിടെ എന്തുകൊണ്ടാണ് എനർജി? പേജ് ഓഫ് വാൻസ്. അപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. അതല്ലച്ച ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് കുറവായിരിക്കാം. അതും അല്ലച്ച ഈ പേഴ്സന്റെ ബിഹേവിയർ കുറെ ഒരു ഇമ്മെച്ചോറിറ്റി ഉണ്ടാവാം, അതുമായിരിക്കാം. ഈ 5 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി എന്താണ്, അല്ല ഈ പേഴ്സന്റെ എനർജി എന്താണ്? എംപ്രസ്. ഈ എംപ്രസ് ഇവിടെ എന്താണ്? മജിഷ്യൻ. അപ്പോൾ അവരെ എന്തോ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും റിഗ്രറ്റ് ആയി തോന്നുന്നത്. എംപ്രസ് നിങ്ങളുടെ എനർജി ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, അവർ അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. പക്ഷെ എന്തോ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നൻസിയിലായി പോയേ. ഈ ഹാങ്ഡ് മാൻ എന്തുകൊണ്ടാണ് ഇവിടെ? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ എനർജി ഞാൻ കാണുന്നുണ്ട്. ഏസ് സോഡ്. അപ്പോൾ അഗൈൻ ഇവിടെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ആ ഇൻഫർമേഷന്റെ കാരണമാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ നിങ്ങളൊരു സെപ്പറേറ്റഡ് സിറ്റുവേഷനിലായി പോയി. ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവണം എന്ന്, വഴക്കുണ്ടായി അല്ല ഞാൻ പറയണേ, പക്ഷെ എന്തോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് അതുകൊണ്ട് ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? കിങ് ഓഫ് കപ്സ്. ഈ പേഴ്സൺ മേ ബി ഒരു ഡിവോഴ്സി ആയിരിക്കാം, അല്ലാച്ച അവർ ഡിവോഴ്സ് ചെയ്യാൻ ആ പ്രോസസ്സിലായിരിക്കാം. പക്ഷെ കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സ് ഇവിടെ ഞാൻ കാണുന്നത്, ഈ പേഴ്സൺ നിങ്ങളെയാണ് ഒരു ഐഡിയൽ സോൾമേറ്റ് ആയിട്ട് കാണുന്നത്, ഒരു ഡിവൈൻ പാർട്ട്ണർ ആയിട്ട് കാണുന്നത്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ്. 7 ഓഫ് വാൻസ് ഇവിടെ എന്താണ്? 8 ഓഫ് വാൻസ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കുറെ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി കുറെ ബ്ലോക്കേജസും ഉണ്ട്. ഈ ബ്ലോക്കേജസ് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇവിടെ സമയത്തിൻ്റെയും കളിയുണ്ട്. എവിടെയോ എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരാൻ നോക്കുമ്പോഴും എന്തോ ഒരു തടസ്സം വരും, ഒരു ബ്ലോക്കേജ് വരും. ഇത് അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഈ മൂൺ എന്താണ് ഇവിടെ? ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് മൂൺ? ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പൊ ഈ പേഴ്സന്റെ ഇമോഷൻസ് കുറെ ഉണ്ട്, പക്ഷെ അവര് ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യൂല. അവര് കുറെ ഒരു ഡിറ്റാച്ച്ഡ് എനർജിയിലാണ്. അവർ മേ ബി അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അവർക്ക് ഫീലിങ്സ് ഉണ്ടായാലും അവർ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജി ആണ് അവരുടെ ഈ സമയത്ത്. മേ ബി ഒരു കൗൺസിലർ ഇല്ലാച്ചാ വേറെ ആരുടെയോ കൂടെ സെപ്പറേറ്റഡ് വെച്ചാൽ ലോയർ, അങ്ങനത്തെ കുറെ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അവരുടെ എനർജിയിൽ. പക്ഷെ അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഈ ന്യൂ ബിഗിനിങ് വേണ്ടേ. പക്ഷെ എന്തോ ഈ പേഴ്സണ് അവരുടെ ഫീലിങ്സ് ഓപ്പണായി തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഈ 6 ഓഫ് വാൻസ് നിങ്ങളുടെ എനർജി എന്താണ്? 6 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഇവിടെ ഒരു ഇംബാലൻസ് ഇപ്പൊ ഞാൻ കാണുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ കുറെ ടയേർഡ് ആയിരിക്കണു. ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യില്ല വെച്ചാൽ മേ ബി നിങ്ങൾ വേറെ ഓപ്ഷൻസ് നോക്കും. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾ കുറെ റിജക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഈ പേഴ്സൺ തുറന്ന് ഒന്നും പറയുന്നില്ല വെച്ചാൽ നിങ്ങൾ എത്രയും വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ കാര്യങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആവാൻ തുടങ്ങും. ആൻഡ് ഈ പേഴ്സൺ എപ്പോഴാ റെഡി ഫീൽ ആവണ വെച്ചാൽ അവർക്ക് വേണച്ചാൽ നിങ്ങളുടെ ഡിറക്ഷനിൽ തിരിച്ചു വരാം. ഓറൽസ് നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡിറക്ഷനിലായിരിക്കും പൂണ്ടാവുക. ഈ പേഴ്സന്റെ എനർജിയിൽ ഹെർമിറ്റ് എന്താണ്? 7 ഓഫ് സോർഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം അങ്ങനെ ശരിയാണ്. പക്ഷെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഫ്യൂച്ചർ ആക്ഷൻസ് ആൻഡ് അവരുടെ ഫീലിങ്സിനും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് തുറന്നു പറയാൻ പേടി. അപ്പോൾ ഇവിടെ എന്താണ് ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ഉണ്ടാവുക? ഫ്യൂച്ചർ ആക്ഷൻ 10 ഓഫ് വാൻസ് ആണ്. അപ്പോൾ അറ്റ് സം പോയിന്റ് ഈ പേഴ്സൺ കുറെ ബേർഡൻഡ് ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ അവർക്ക് മനസ്സിൽ കുറെ ഉണ്ട് പറയാൻ, പക്ഷെ അത് പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ് സം പോയിന്റ് അതൊരു ബേർഡൻ ആവാൻ തുടങ്ങും.
ആൻഡ് ആ സമയത്താണ് അവർ നിങ്ങളുടെ ഡയറക്ഷനിൽ വരിക ക്ലാരിറ്റി കൊണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി ഓപ്പൺ അപ്പ് ചെയ്യും, പക്ഷെ അതിന് ചിലപ്പോൾ സമയമെടുക്കും. ഇവിടെ ലിയോ എനർജി കാണാണ്ട് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർ ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ഉണ്ട്, ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ട്. ഇവിടെ അക്വേരിയസ് എനർജി ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഇത്, ലവേഴ്സ് ജെമിനി എനർജി. അപ്പോൾ ഇതൊരു ഈസിലി ബ്രേക്ക് ഓഫ് ആവുന്ന റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു ഡെസ്റ്റിൻഡ് ഡിവൈൻ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങൾ എത്രയും പിരിഞ്ഞാലും തിരിച്ചു വരാൻ കുറെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. എന്നാ ചെയ്ത യൂണിവേഴ്സ് പ്ലാൻ ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ കണക്ഷൻ കുറെ സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഒരു റൊമാൻസ് ഏഞ്ചൽ കാർഡ്സ് ഡെക്കാണ് ഇത്. മേക്ക് ദ എഫേർട്ട്, ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പോൾ ഇവിടെ മേക്ക് ദ എഫേർട്ട് ആണ് പറഞ്ഞ മെസ്സേജ്. അപ്പോൾ ഈതർ നിങ്ങൾക്കൊരു എഫേർട്ട് എടുക്കേണ്ടി വരും, ഓർ എൽസ് ഈ പേഴ്സണിന് എഫേർട്ട് എടുക്കേണ്ടി വരും ഈ റിലേഷൻഷിപ്പിൽ ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ മെസ്സേജ് ആണ്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. വേഗം ബുക്ക് ചെയ്യുക എന്ന് വെച്ചാൽ സെഷൻസ് അത്ര ഇല്ല ഇപ്പോൾ, അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. സെഷൻസ് ക്ലോസ് ഔട്ട് ആവണ മുമ്പേ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ എൻ്റെ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എത്രയും ലൈക്ക് ചെയ്യണു, സബ്സ്ക്രൈബ് ചെയ്യണു, കമൻറ്റ് ചെയ്യണു, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവണം വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാം. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോന്ന് കുറേ വ്യൂസ് ഉണ്ടായി, അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീഡിയോ വേഗം അപ്ലോഡ് ചെയ്ത്. ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈമും ഞാൻ നിങ്ങളുടെ വീഡിയോസ് വേഗം അപ്ലോഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് അതിന് വേണ്ടിയിട്ട്. ടേക്ക് കെയർ ആൻഡ് ഐ വിൽ സീ യു അഗൈൻ.